എൻ്റെ പേര് ബീന തോമസ് എന്നാണ്. ഞങ്ങൾ ചങ്ങനാശ്ശേരിയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കഴിഞ്ഞ ജനുവരി 14 BP കൂടിയിട്ട് സ്ട്രോക്കായി. വീടിന് പുറത്തൊരു സ്ഥലത്ത് വെച്ച് പെട്ടെന്ന് ഒരു വശം തളർന്ന് സംസാരശേഷി നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു. അപ്പോൾ അവർ കുറച്ച് ആളുകൾ കൂടി വീടിനടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ എടുത്തുകൊണ്ട് പോയി. അവിടെ നേരത്തെ അവിടെ ഹസ്ബൻഡ് ഹിസ്റ്ററി ഒക്കെ ഉള്ളതുകൊണ്ട് അവർ പെട്ടെന്ന് ഞങ്ങളെ വിളിച്ചറിയിച്ചു. സ്കാൻ ചെയ്ത് പെട്ടെന്ന് ICUയിൽ അഡ്മിറ്റാക്കി. അതിന് ശേഷമാണ് ഞങ്ങളവിടെ ചെന്നത്. പെട്ടെന്ന് ഡോക്ടർ സ്കാൻ ചെയ്തതിന് ശേഷം പറഞ്ഞത് ബ്ലീഡിംഗ് ആണ്, സ്ട്രോക്ക്, ഒരു വശം തളർന്നിരിക്കുകയാണ്, എത്രയും വേഗത്തിൽ ഓപ്പറേഷൻ ചെയ്യണം, തലച്ചോറിലുണ്ടായിരിക്കുന്ന ബ്ലീഡിങ് എല്ലാം എടുത്ത് മാറ്റണം, എന്നാൽ മാത്രമേ രക്ഷയുള്ളൂ. പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്തു. അതിനുശേഷം അവിടെ രണ്ടാഴ്ച അവിടെ കിടത്തി. അതിൻ്റെ ഓപ്പറേഷൻ ചെയ്ത സ്റ്റിച്ചെല്ലാം എടുത്തതിന് ശേഷം ഇനി റീഹാബിലിറ്റേഷൻ സെൻറ്ററിൽ എവിടെയെങ്കിലും പോയാൽ മതി, അത് മാത്രമേ ഉള്ളൂ. ഈ 3 തൊട്ട് 6 മാസം വരെ എടുക്കും എന്തെങ്കിലും ആയി വരാൻ. പിന്നെ കൈ റൈറ്റ് സൈഡാണ് തളർന്നത്. റൈറ്റ് സൈഡ് കൈ പെർമനൻ്റായിട്ട് തളർന്നെന്നാണ് ഡോക്ടർ അന്ന് പറഞ്ഞത്. എവിടെയെങ്കിലും റീഹാബ് ചെയ്ത് മേക്കപ്പാക്കി എടുക്കാം, നിങ്ങൾ കൊണ്ടുപോകാനാണ് പറഞ്ഞത്. ഞങ്ങൾക്ക് ഏറ്റവും അടുത്ത് സൗകര്യമായിട്ട് ചങ്ങനാശ്ശേരി ആയതുകൊണ്ട് ഇവിടെ വന്ന് അന്വേഷിച്ചു. ആദ്യമേ ഇവിടെ വന്ന് ഇവിടുത്തെ PMRൻ്റെ മാനേജറായ ബിജു സാറിനെ കണ്ടു. ഇവിടുത്തെ കാര്യങ്ങളെല്ലാം അന്വേഷിച്ചതിന് ശേഷം ഇവിടെ കൊണ്ടുവരാൻ അവർ നോക്കാമെന്ന് ഏറ്റവുകൊണ്ട് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഇപ്പോൾ ഏകദേശം 3 മാസത്തോളം ആയപ്പോഴത്തേനും ഇവിടെ ഞങ്ങൾ ഡോക്ടർ റോഷിനി മേഡത്തെയാണ് കാണിച്ചത്. 54 വയസ്സുള്ള തോമസ്കുട്ടി മൾട്ടിപ്പിൾ സ്ട്രോക്ക് കാരണം ഒരു വശം തളരുകയും അതിനുശേഷം സർജറി ഡീകംപ്രസീവ് ക്രീനെക്ടമി കഴിഞ്ഞതിന് ശേഷം ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ന്യൂറോ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് 3 മാസം മുന്നേ ഇവിടെ അഡ്മിറ്റായിരുന്നു. അഡ്മിറ്റായതിനു ശേഷം ഞങ്ങൾ ഇവാലുവേറ്റ് ചെയ്തപ്പോൾ കാണാൻ സാധിച്ചതെന്ന് വെച്ചാൽ പേഷ്യൻറ്റ് കംപ്ലീറ്റ്ലി ബെഡ് ബൗണ്ട് ആയിരുന്നു. ഒട്ടും ചലനശേഷി ഇല്ലാത്തൊരവസ്ഥയും ട്രക്കിയോസ്റ്റോമി ട്യൂബ് ഓക്സിജൻ സപ്പോർട്ടോടെ ഉണ്ടായിരുന്നു. PMR ഡിപ്പാർട്ട്മെൻറ്റിൽ ഞങ്ങളുടെ ഗൈഡൻസിൽ ഫിസിയാട്രിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഫിസിയോതെറാപ്പി, ഓക്യുപ്പേഷൻ തെറാപ്പി, സ്പീച്ച് ആൻഡ് സ്വോളോ തെറാപ്പി, സൈക്കോളജിക്കൽ കൗൺസിലിംഗ്, സോഷ്യൽ വർക്ക് സർവീസസ് ഇതെല്ലാം കംപ്ലീറ്റ് കോംപ്രിഹെൻസീവ് റീഹാബിലിറ്റേഷൻ കൊടുത്തതിന് ശേഷം പേഷ്യൻറ്റിന് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് മോട്ടോർ പവറിൽ ഇംപ്രൂവ്മെൻറ്റ്സ് ഉണ്ടായി, ചലനശേഷി വർദ്ധിപ്പിക്കുകയും ഫങ്ഷണൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ സാധിക്കുകയും ദിനം പ്രവർത്തികൾ ചെയ്യാൻ സാധിക്കുകയും അതുപോലെ തന്നെ ട്രക്കിയോസ്റ്റോമി കംപ്ലീറ്റ്ലി വീൻ ഓഫ് ചെയ്യാനും റൈറ്റ്സ് ട്യൂബ് റിമൂവ് ചെയ്ത് സ്വന്തമായിട്ട് ആഹാരം ഇറക്കാനും സാധിച്ചു. ഞങ്ങൾക്ക് ചില റീഹാബിലിറ്റേഷൻ ചാലഞ്ചസ് ഉണ്ടായിരുന്നു. അതായത് ട്രക്കിയോസ്റ്റോമി കംപ്ലീറ്റ്ലി റിമൂവ് ചെയ്യാനും അതുപോലെ തന്നെ ബെഡ് റിഡൻ പേഷ്യൻസിൽ ഉണ്ടാകാൻ സാധിക്കുന്ന ബ്ലഡ് ചേഞ്ചസ് അല്ലെങ്കിൽ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, മെറ്റബോളിക് ഡിസ്റ്റർബൻസസ്, അതുപോലെ തന്നെ സ്ട്രോക്കിന് ശേഷം ഉണ്ടാകാൻ സാധ്യതയുള്ള ഡിപ്രഷൻ, മൂഡ് ഡിസ്റ്റർബൻസസ് ഇതെല്ലാം ഞങ്ങൾ സക്സസ്ഫുള്ളി മാനേജ് ചെയ്ത് പേഷ്യൻറ്റിനെ റീഹാബിലിറ്റേറ്റ് ചെയ്ത് ഇപ്പോൾ പേഷ്യൻറ്റിന് സ്വന്തമായിട്ട് തന്നെ എഴുന്നേറ്റ് നിൽക്കാനും ഒരാളുടെ സഹായത്തോടെ നടക്കാനും സാധിക്കുന്നുണ്ട്. ഡോക്ടർ റോഷിൻ മേഡം, ഇവിടുത്തെ ഡോക്ടർ തോമസ് സാറും ഒക്കെയാണ് ഇവിടെ ട്രീറ്റ് ചെയ്തത്. 3 മാസമായപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡ് സ്റ്റെപ്പ് വെച്ചു. കൈക്ക് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. കൈക്കും കാലിനും ഒരു ചലനവും ഇല്ലാതെ കംപ്ലീറ്റ് ബെറ്ററിനായിട്ട് വന്ന ആളാണ്. എന്നാൽ 3 മാസം കൊണ്ട് എഴുന്നേറ്റ് സ്റ്റെപ്പ് വെച്ചു. കൈക്ക് നല്ല മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ 4 മാസമായി. അത്യാവശ്യം വോക്കറെ നടക്കും, സ്വന്തമായിട്ട് ബ്രഷ് ചെയ്യും, ആഹാരം കഴിക്കും. അങ്ങനെ നല്ല പ്രോഗ്രസ് ഉണ്ട് 4 മാസം കൊണ്ട്. ഇനി ഇവിടുന്ന് വീട്ടിൽ ചെന്ന് കണ്ടിന്യൂ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡിസ്ചാർജ് ആവുകയാണ്. ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു ടീം വർക്കായിട്ടാണ് ചെയ്യുന്നത്. ഞങ്ങൾ ഫാമിലി മെമ്പേഴ്സും ഡോക്ടേഴ്സും തെറാപ്പിസ്റ്റും എല്ലാവരും കൂടെ ഉള്ളൊരു ടീം വർക്കായിട്ടാണ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് നടത്തുന്നത്. അതുകൊണ്ട് തന്നെ പേഷ്യൻസിന് ഇതൊരു ഹോസ്പിറ്റലായിട്ടുള്ളൊരു അനുഭവം അല്ല, നല്ലൊരു ഹോംലി അറ്റ്മോസ്ഫിയർ പോലെയാണ്. എല്ലാവരും ഒരു ഫാദർലി കെയറാണ് കൊടുത്തത് പുള്ളിക്ക്. അതുകൊണ്ട് തന്നെ പുള്ളി നല്ല ഒരു പെട്ടെന്നൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായി. നല്ല ഹാപ്പിയാണ്. തോമസ്കുട്ടി മറ്റൊരു ആശുപത്രിയിൽ നിന്ന് റെക്കറൻറ്റ് സ്ട്രോക്കായി ക്രീനിയോട്ടമി എല്ലാം കഴിഞ്ഞ് റീഹാബിന് വേണ്ടിയിട്ടാണ് PMR ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ വന്ന് അഡ്മിറ്റായത്. ഇവിടെ വരുമ്പോൾ തോമസ്കുട്ടിക്ക് തന്നെത്താനെ ഒന്ന് നിവർന്നിരിക്കുവാനോ
തല നേരെ പിടിക്കുവാനുള്ള കഴിവ് പോലും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഏതാനും ആഴ്ചകൾക്കുള്ളിൽ തന്നെ അദ്ദേഹത്തിനെ തല നേരെ പിടിച്ച് ഇരിക്കുവാനുള്ള ട്രെയിനിങ് കൊടുത്ത് അദ്ദേഹത്തിന് അത് ചെയ്യുവാനായിട്ട് സാധിച്ചു. അതോടൊപ്പം ഞങ്ങളുടെ ഒക്യുപേഷണൽ തെറപ്പിസ്റ്റ് അദ്ദേഹത്തിൻ്റെ കൈകൾ പരിപൂർണമായിട്ടും കൈയും കാലുമെല്ലാം പരിപൂർണമായിട്ടും തളർന്നിരിക്കുന്ന അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ കൈയുടെ മസിലുകളെ ഉദ്ദീപിപ്പിക്കാനുള്ള ചികിത്സാവിധികൾ നടത്തുകയുണ്ടായി. ഞങ്ങളുടെ സ്പീച്ച് തെറപ്പിസ്റ്റ് അദ്ദേഹത്തിന് റൈൽസ് ട്യൂബിലൂടെയായിരുന്നു വന്നപ്പോൾ ഫീഡിങ് കൊടുത്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ സ്വോളോയിങ്ങിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും സ്റ്റിമുലേഷനും വൈറ്റൽ സ്റ്റിം എന്ന് പറയുന്ന തെറപ്പിയും എല്ലാം കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്വോളോയിങ് പതുക്കെ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വന്നു. അദ്ദേഹം മെല്ലെ ഇമ്പ്രൂവ് ആയി വരുന്നതനുസരിച്ച് ഞങ്ങൾക്ക് പുതിയ ബുദ്ധിമുട്ടുകളായിരുന്നു നേരിട്ടുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് പതുക്കെ ഈ ഒരു ബ്രെയിൻ ഇഞ്ചുറി കഴിഞ്ഞ് സാധാരണ വരാവുന്ന ബിഹേവിയറൽ ചേഞ്ചസിൻ്റെ ഭാഗമായി അദ്ദേഹത്തിന് കൂടുതൽ ഇച്ചിരി ദേഷ്യവും അഗ്രഷനും ഒക്കെ കാണിച്ചു തുടങ്ങി. അദ്ദേഹം തെറപ്പിയോട് ഒട്ടും സഹകരിക്കാത്തൊരു നിലയിലെത്തി. ഞങ്ങളുടെ തെറപ്പിസ്റ്റുകൾ ഒരുപാട് ബുദ്ധിമുട്ടി അനുനയിപ്പിച്ചാണ് പിന്നെ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും അവർക്ക് വേണ്ട ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി പ്രയത്നിച്ചുകൊണ്ടിരുന്നത്. ഈ സമയത്ത് ഞങ്ങളുടെ സൈക്കോളജിസ്റ്റ് നിരന്തരം ഇദ്ദേഹവുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് വേണ്ട പ്രചോദനം കൊടുക്കുകയും അതുപോലെ ചികിത്സയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള മോട്ടിവേഷൻ കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. തൽഫലമായി അദ്ദേഹം നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തുടങ്ങി. അദ്ദേഹം ഇമ്പ്രൂവ് ആയി വന്നതനുസരിച്ച് അദ്ദേഹത്തിന് പുഷർ സിൻഡ്രോം എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിസ്റ്റിക് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് ഇരിക്കുമ്പോഴും നിൽക്കുമ്പോഴും എല്ലാം അദ്ദേഹം ഒരു വശത്തേക്ക് വളരെ ശക്തിയായി തള്ളുന്നത് ഒരു പതിവായി വന്നിരുന്നു. ഞങ്ങളുടെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ന്യൂറോ ടീമും എല്ലാവരും കൂടെ ഒന്നു ചേർന്നാണ് അദ്ദേഹത്തെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ വന്ന സമയത്ത് വാസ്തവത്തിൽ അദ്ദേഹത്തെ പറ്റി നമുക്കൊരു വലിയ സ്വപ്നം കാണുവാൻ സാധിക്കുന്ന ഒരു നിലവാരത്തിലായിരുന്നില്ല അദ്ദേഹം വന്നത്. പക്ഷെ ഒരിക്കൽ പോലും എനിക്ക് എടുത്തു പറയേണ്ടത് ഞങ്ങളുടെ തെറപ്പിസ്റ്റ് പ്രതീക്ഷ കൈവിടാതെയാണ് അദ്ദേഹത്തിനെ നിരന്തരം ചികിത്സിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിനെ ഇന്ന് ഒരു വോക്കർ പിടിച്ച് നടക്കുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിച്ചതിൽ അതിയായ സന്തോഷം ഞാൻ ഈ സമയത്ത് പങ്കുവയ്ക്കുകയാണ് നിങ്ങളോടൊപ്പം. അദ്ദേഹം ഡിസ്ചാർജ് ആകുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരുത്തേണ്ട മോഡിഫിക്കേഷൻസ് ഞങ്ങൾ പറഞ്ഞു കൊടുക്കുകയും അത് വീട്ടിൽ ചെന്ന് അതവർ പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡിനെ ജീവിതത്തിൻ്റെ വഴിത്താരയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന ഇവിടുത്തെ എല്ലാ ഡോക്ടേഴ്സിനും തെറാപ്പിസ്റ്റുകൾക്കും മറ്റെല്ലാ സ്റ്റാഫിനും എല്ലാവരോടും എനിക്ക് വളരെയധികം നന്ദിയുണ്ട്.